ഇന്ന് നമ്മളൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. തുറക്കലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെയാണ്. ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ചെറുതായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്തപ്പോൾ ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കാറില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം മാവ് കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം അത് നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ട് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് മല്ലിയില അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലീഫ് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ലീഫാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരല്പം വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് ചമ്മന്തി നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി വെക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ഈക്വൽ വലിപ്പത്തിലുള്ള 2 പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. ശേഷം നമ്മളിത് കൗണ്ടർ ടോപ്പിൽ പരത്തി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മൈദാപ്പൊടി ഇട്ടിട്ട് 2 വശവും കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ കുറച്ച് കട്ടിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഒരുപാട് കട്ടിയിലല്ല, ചെറിയൊരു കട്ടിയിൽ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ 2 എണ്ണം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഒരെണ്ണത്തിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണിത്. അതാദ്യം ഒരല്പം 1 ടേബിൾ സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തി വെച്ച് കൊടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് ഒരു എഗ് പീസ് ഇതുപോലെ ഒരു മുട്ട 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് നമ്മൾ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 5 എണ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നേരത്തെ ഇതുപോലെ ഒരെണ്ണം കൂടി ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ടും റെഡിയാക്കി വെക്കുക. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.